എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടം എന്ന സീരിയലിൽ തിങ്കളാഴ്ചത്തെ പ്രൊമോയിലേക്ക് കിടക്കാം. പ്രൊമോയിൽ കാണിക്കുന്നത് തന്നെ മഹേഷും ഇഷിതയോട് പറയുന്നുണ്ട്, എനിക്കൊരു സ്ഥലം വരെ പോകണം, അപ്പം നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഇന്ന് എനിക്ക് സമയമില്ല, എന്തായാലും നിങ്ങൾ പോയിട്ട് വാന്ന് പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം, വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ വിനോദിനെയും കൂട്ടിയാണ് മഹേഷ് പോകുന്നത്. അത് വേറെ ആരുടെ അടുത്തുമല്ല, അനുഗ്രഹയെ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനുഗ്രഹയാണെങ്കിൽ അടിപൊളിയെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. വിനോദിന് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം അമ്മ പറയുന്നു, മോളെ നീ എന്തിനാ നാണിക്കുന്നത്? അപ്പം പറയുന്നു, അമ്മ ആദ്യമായിട്ടല്ല ഇത് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നു. അതിനെന്താ മഹേഷും കൂടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മഹേഷും വിനോദും അവിടത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിനോദിനൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് അനുഗ്രഹ ചായയുമായിട്ട് വന്നപ്പോൾ വിനോദിന് കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ വിനോദിന് ചായ കൊടുക്കുകയാണ്. അപ്പം മഹേഷ് പറയാണ്, അനുഗ്രഹിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പം നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. നീയല്ലേ പറഞ്ഞ ഏട്ടനെ ആലോചിച്ചാൽ മതി എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങ് ആലോചിച്ചെന്ന് പറയുകയാണ്. അപ്പം വിനോദിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിനോദ് അവിടെ നോയൊന്നും പറയുന്നില്ല. അങ്ങനെ ഇവിടെ അനുഗ്രഹ ചായയുമായിട്ട് വരുമ്പോഴത്തേന് എന്താ വിനോദ് ചാടി ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പിന്നീട് പെണ്ണൊക്കെ കണ്ട് ഇവർ കാറിലിങ്ങനെ പോകുന്ന സമയത്ത് മഹേഷ് പറയാണ്, നമ്മുടെ ബിസിനസ്സും കൂടെ ഉറപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മഹേഷിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിനോദിനെ അരുന്ധതി മാഡത്തിൻ്റെ മകളുമായി കെട്ടിച്ചാൽ ആ കമ്പനി നഷ്ടപ്പെടാതിരിക്കും, കമ്പനിക്ക് ലോസ് ഉണ്ടാവില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും മാറ്റം വന്നാൽ മഹേഷിൻ്റെ കമ്പനി നഷ്ടപ്പെടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് മഹേഷിൻ്റെയും ആഗ്രഹം. അങ്ങനെ മഹേഷ് വിനോദിനോട് വീണ്ടും ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും. അപ്പോൾ പറയുന്നു, ഇല്ല ഏട്ടാ ഒന്നുമില്ല എന്ന് പറയുന്നു. അവിടെ വിനോദ് അത് ഒന്നും തുറന്ന് പറയുന്നുമില്ല, പറയാനും പറ്റാത്തൊരവസ്ഥയാണ് വിനോദിനുള്ളത്. അങ്ങനെ മഹേഷ് വീട്ടിലെത്തി സ്വപ്നവല്ലിയോട് ഈ കാര്യം പറയുകയാണ്, നമ്മുടെ വിനോദിൻ്റെ കല്യാണം തീരുമാനിച്ചു. അപ്പം സ്വപ്നവല്ലി ചോദിക്കുന്നു, പെണ്ണാരാണ്? അപ്പോൾ പറയുന്നത്, നമ്മുടെ പിന്നെ ഇഷിതയുടെ വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന അനുഗ്രഹയില്ലേ, എൻ്റെ അരുന്ധതി മാഡത്തിൻ്റെ മകള് അവരുമായിട്ടാണ്. അപ്പം സ്വപ്നവല്ലി, ഞാനും അന്നേ വിചാരിച്ചതാണ്, നല്ല പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നു. അപ്പോൾ കൈലാസാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കൈലാസ് ചോദിക്കുന്നത് എന്താ അങ്ങനെ കൈലാസിൻ്റെ അടുത്തും കാര്യം പറയാം. അപ്പോൾ കൈലാസ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു പെണ്ണും കൂടെ വന്നല്ലോ, അവന് പെണ്ണ് വിടയനായതുകൊണ്ട് അടുത്തൊരു പെണ്ണും കൂടെ വരുമ്പോൾ അവളെ നോക്കാമെന്നുള്ള ധാരണയായി. ഇപ്പോൾ കുറേ പേരായല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, മനസ്സിലിങ്ങനെ ഓരോ കണക്കുകൂട്ടൽ കൂട്ടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മഹേഷ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഷിത വരികയാണ്. അപ്പോൾ ഇഷിതയോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്ന് പറയുകയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, ആരുടെ കല്യാണം? വിനോദ് സമ്മതിച്ചു എന്ന് ചോദിക്കുന്നു. അവന് സമ്മതക്കുറവൊന്നുമില്ല. അപ്പോൾ അനുഗ്രഹിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇഷിത ഒരു കാര്യം തീരുമാനിച്ച് എന്തായാലും അനുഗ്രഹയെ പോയി കാണാമെന്ന്. അങ്ങനെ അനുഗ്രഹയെ പോയി കാണുകയാണ്. അപ്പോൾ ഇഷിത കാര്യങ്ങളൊക്കെ അനുഗ്രഹയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അനുഗ്രഹയോട് ചോദിക്കുന്നു, വിനോദ് ഈ കല്യാണം മുടങ്ങിയ നീ എന്ത് ചെയ്യുന്നിരിക്കുന്നു? ഞാനൊന്നും ചെയ്യില്ല, ഞാനും എൻ്റെ അമ്മ ഒറ്റയ്ക്കാവും, ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുമില്ല എന്നുള്ള ചിന്തയൊക്കെ പറയും. അപ്പോൾ ഇഷിതയ്ക്കൊരു മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹ അകത്തേക്ക് പോവുകയാണ്. അപ്പം നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡുകളിൽ മണ്ടേത്തെ എപ്പിസോഡിൽ മിക്കവാറും കല്യാണാലോചനയും ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നീട് അതിൽ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇഷിതയുടെ ചേച്ചി ഒരു അമ്പലത്തിൽ പോകുന്നതും ആ പൂജാരി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ അടുത്ത് പറയുന്നതുമൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പിസോഡിനായി.